പ്രണയം തോന്നിയ നായകൻ. പ്രണയം എന്ന് പറയുന്നത് ആ സിനിമയുടെ പശ്ചാത്തലത്തിൽ ആ കഥാപാത്രം പ്രണയിക്കുന്നത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് പ്രണയം. ഈ പ്രണയ സീൻ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞു തരും, നമ്മളെ തല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ അതാണ് നാണം. എന്റെ ഏത് സിനിമ എടുത്ത് നോക്കിയാലും എനിക്ക് അത്ര അറിയാവും. ചിരിക്കരുത്, ഒരുപാട് ചിരിച്ചാൽ ആ പ്രണയമല്ല തോന്നുന്നത്. അതുകൊണ്ടൊരു അത് വേണ്ട, അത് ചിരിക്കാതെ. ഇത് എല്ലാ നായകന്റെ കൂടെ ഇത് ഇത് അഭിനയിച്ചു. ചേച്ചി പറയെങ്കിലും മാളൂട്ടിയിലൊക്കെയുള്ള ആ പാട്ട് സീനൊക്കെ ജയറാമേട്ടന്റെ കൂടെ ജയറാമിന്റെ സ്വർഗം കാണുമെന്നൊക്കെയുള്ള. ഒന്ന് ആലോചിക്കണം, ജയറാമിനോട് ചോദിക്കണം ആ ദയനീയാവസ്ഥ. കാരണം ഭരതനങ്ങളോട് പറഞ്ഞ ആ സീൻ മാറ്റത്തില്ല. അതുകൊണ്ട് ജയറാമിനെ ഇങ്ങനെ ഹഗ് ചെയ്യുന്ന സീനിൽ ഇവിടെ നഖം വലുതായിട്ട് വളർത്തി വെച്ചിട്ടുണ്ട്. ഇത് ഈ 6-ാം മാലിയിൽ ഇട്ട് കുത്തു ഞാൻ. എന്നെ വൈറ്റ് നഖം വെച്ച് കുത്തുന്നു, പറ്റത്തില്ലെങ്കിൽ ഡയറക്ടറോട് പറയണം എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയുന്ന. നീ എപ്പോഴും ജയറാം വരുമ്പോ ചോദിച്ചോളൂ, ക്രൂരമായിട്ട് ആക്രമിക്കും, വേഗം എടുത്ത് തീർക്കാൻ പറ. ഇങ്ങനെ ഇവിടെ മുഴുവൻ അങ്ങോട്ട് സത്യമായത്. അപ്പൊ ചേച്ചി പറയണത് ആ മറ്റേ പ്രത്യേകിച്ച് ബാത്റൂമിലെ കുളിസീൻ പോലും നമുക്ക് കുളിസീൻ അങ്ങനത്തെ സീനല്ല. കുളിസീൻ എന്ന് പറഞ്ഞ പിന്നെ അങ്ങനത്തെ സീനല്ല, അതെല്ലാവരും കുളിസീൻ എന്ന് വെച്ചാൽ കുളിസീൻ അങ്ങനെയല്ല. പുതുമോടികളായ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ അവർ ആ പാട്ട് സീൻ നമ്മുടെ മനസ്സിൽ അത്രയും. അപ്പൊ ചേച്ചി പറയണ അത് പറഞ്ഞിട്ട് ഓരോ ചിരി ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുമ്പോഴാണ് പെണ്ണെ, അപ്പോഴാണ് നമുക്ക് തോന്നുന്നു എനിക്ക് പാട്ട് സീൻ മറ്റേ അങ്ങനെ അഭിനയിച്ചോണ്ടിരിക്കും പറഞ്ഞാൽ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കിപ്പോ അറിയണം. അല്ലേ ചേച്ചി? പ്രത്യേകിച്ച് കുറെ നാൾ കൂടി ജയറാമേട്ടനെ കാത്തിരുന്ന് ഇങ്ങനെ വീട്ടിൽ വരുന്നല്ലേ, ഒരു ഗൾഫുകാരങ്ങാണ്ടല്ലേ അതിന്റെ അകത്ത്, ഗൾഫ് അമേരിക്ക അങ്ങനല്ലേ. അപ്പം ചേച്ചി നിങ്ങളുടെ ആ ഒരു ഇത് റൊമാൻസ് പോയ അപ്പൊ ചേച്ചി പറയണ ചേച്ചിക്ക് ഒട്ടും താല്പര്യം ഇല്ലാണ്ട് ചെയ്തെന്നാണ് പറയണത്. തീർച്ചയായിട്ടും. ഞാന് ഒന്നാമത്തെ കാര്യം, ജയറാമും പാർവതിയും മുടിഞ്ഞ പ്രണയത്തിരിക്കുന്ന സമയമാണ്. ഞങ്ങൾ ഒരുപാട് ദൂതന്മാരുടെ സപ്പോർട്ടോടു കൂടിയാണ് നടക്കുന്നത്. കാരണം അവരുടെ അമ്മയ്ക്ക് കുടുംബത്തിന് കുറച്ച് എതിർപ്പുണ്ടായിരുന്നു. അപ്പൊ പലതരത്തിലാണ് ദൂതന്മാർ. പിന്നെ എനിക്ക് പൊതുവെ ലവ് സീൻസിൽ അഭിനയിക്കാൻ കംഫർട്ടബിളേ അല്ല ഞാൻ. അത് എല്ലാ ഡയറക്ടേഴ്സിനും അറിയാം. അത് വെങ്കലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വെങ്കലത്തിന്റെ ആ സോങ് ഫസ്റ്റ് നൈറ്റ് സോങ് ആണ്. പക്ഷെ ഭരതനങ്ങൾ അതിനകത്ത് ആ സീൻ നമുക്ക് അഭിനയിക്കാൻ കംഫർട്ടബിൾ അല്ലാത്ത മുരളി ചേട്ടൻ, ഞാൻ കൊച്ചാട്ടാന്ന് വിളിക്കുന്നത്, ഞങ്ങളുടെ ഒരു അകന്ന ബന്ധു കൂടാണ്. മുരളി ചേട്ടൻ പറഞ്ഞില്ല ഇല്ല അത് ശരിയാവില്ല, അത് അഭിനയിക്കുന്ന കംഫർട്ട്. പിന്നെ എന്ത് ചെയ്യാന്നപ്പോ ഒരു മൂശാരിയുടെ ക്യാരക്ടറാണ്, വിഗ്രഹം ഉണ്ടാക്കുന്ന ആളാണ്. ഇവിടെ കഴുത്തിന്റെ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ആ വിഗ്രഹത്തിൽ തടവുന്നതായിട്ടാണ്. അങ്ങനെ വളരെ രസകരമായിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. പിന്നെ ഷാഡോയില് ഇത്ര ദൂരത്ത് മുരളി ചേട്ടനെ ഇരുത്തി, ഇത്ര ദൂരത്ത് എന്നെ ഇരുത്തിയിട്ട് ഇങ്ങനെ ആക്കി ആ ഷാഡോയിലാണ് കാണുന്നത്. അപ്പോ സിനിമയിൽ ഷാഡോയിൽ കാണുന്നൊക്കെ നടക്കുന്ന കാര്യം തന്നെയാ അല്ലേ? നടക്കുന്ന ഇത്ര ദൂരത്തിൽ മൂന്നാല് പടത്തിൽ എത്ര പടം അഭിനയിച്ചു നീ? ഞാൻ ഒരു പടത്തിലെ ഫുൾ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള അഭിനയിച്ചിട്ടില്ല. ഏത് പേരേതോ പടത്തില്? കുഞ്ഞിരാമായണത്തിൽ ലാസ്റ്റ് ഒരു കല്യാണ പെണ്ണായിട്ട് അഭിനയിച്ചല്ലേ? സിനിമ നടക്കുന്നൊക്കെ നേരിട്ടാന്ന് കത്തിയെടുത്ത് കുത്തുന്നത് അങ്ങനെ കുത്തി കൊല്ലു വന്നു. ചേച്ചിയുടെ ഇങ്ങനത്തെ മറുപടി കേൾക്കാനല്ല നമ്മൾ ആഗ്രഹം. നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ആരെയൊക്കെയാണ് ഇഷ്ടം, ഏതൊക്കെയാണ് ഇഷ്ടം, ഇതൊക്കെ എല്ലാ ഇന്റർവ്യൂലും ചോദിക്കുന്നതല്ലേ. അപ്പൊ ചിലത് നമ്മള് സിനിമ നടക്കുന്ന പല നമുക്ക് പേഴ്സണലായിട്ട് ഭയങ്കര പ്രോബ്ലംസ് ഉള്ള സമയത്തും കോമഡി സീൻ അഭിനയിച്ചിട്ടുണ്ട്. ആ സീൻ പിന്നെ കാണാൻ പറയുന്നത് എന്തൊരു പ്രശ്നത്തിൽ നിന്ന സമയത്ത് നമ്മളത് അഭിനയിച്ചത്, എങ്ങനെ ചെയ്തു. ഒരു കലാകാരൻ എന്ന് പറയുന്നത് തമിഴിൽ പറയുന്ന പോലെ കൂത്താടികള്, അവരെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകരെ രസിപ്പിക്കാൻ കോമാളികളെ പോലെയാണ് നമ്മളൊക്കെ. തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്ത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു, അത്രയും നേരം നമ്മളെല്ലാം മറക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് സപ്പോർട്ടാണ്. പക്ഷെ ആ സിനിമ വളരെ ആസ്വദിച്ച് അല്ലെങ്കിൽ അത്രയും രസകരമായിട്ട് ചെയ്യേണ്ട സിനിമയാണ്. പക്ഷെ എനിക്ക് ചില സംഗതികൾ ഞാൻ കംഫർട്ടബിൾ അല്ല. ഇത് പറഞ്ഞപ്പോ ഒരൊറ്റ ചോദ്യം, ഇത് എന്റെ പുസ്തകത്തിലുള്ള ഒരു ചോദ്യമല്ല, പക്ഷെ ഇത്തിരി ചേച്ചി വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ചേച്ചി പറഞ്ഞല്ലോ മനസ്സിൽ ഒരുപാട് സങ്കടം വെക്കുമ്പോഴും ചിലപ്പോൾ ആക്ഷൻ പറയുമ്പോൾ നമുക്കൊക്കെ അഭിനയിക്കേണ്ടി വരൂ എന്ന് പറഞ്ഞല്ലോ. അത്തരത്തിൽ ചേച്ചി ഏറ്റവും ബുദ്ധിമുട്ടിച്ച ഒരു നല്ല കാര്യത്തിൽ ഒരു ഇന്റർവ്യൂവിന് വന്ന് ആരെയും കരയിപ്പിക്കാനുള്ള ഉദ്ദേശം കൊണ്ടല്ല, പക്ഷെ ഒരു ഇന്റർവ്യൂ ആവുമ്പോ നമ്മൾ ചേച്ചി പ്രത്യേകിച്ച് എല്ലാം തുറന്നു പറയുന്ന ആളായതുകൊണ്ട് മറക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം. പക്ഷെ എന്നാലും ഇപ്പൊ അടുത്ത സമയത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഓരോ പരിഹരിക്കപ്പെടാൻ അല്ലെങ്കിൽ നമുക്ക് റെമഡി ഉണ്ടാക്കാം എന്ന് പറയാൻ പറ്റാത്ത കാരണം മരണം മാത്രമല്ലേ ഉള്ളൂ. എന്റെ കുഞ്ഞനിയൻ മരിച്ചപ്പോ ഞങ്ങളുടെ ഫാമിലി എല്ലാം കുറെ കാലം അഫക്റ്റഡ് ആയിരുന്നു. പ്രിൻസിന്റെ മരണം കഴിഞ്ഞ ഉടനെ കഴിഞ്ഞ് 41 പോലും തികയുന്നില്ല, എനിക്കൊന്ന് 10-20 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളൊരു സ്റ്റേജ് പ്രോഗ്രാം ഗൾഫിൽ പോവുകയാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന് ഞാനും കൽപ്പന ചേച്ചിയും അമ്പിളിയങ്കിള് ജഗദീഷ് ശ്രീകുമാറും മാത്രമേ ഉള്ളൂ. ഇതിൽ ഫുൾ കോമഡി 2.5 മണിക്കൂർ ഞങ്ങൾ മാത്രം വിശ്വസിച്ച ആ പ്രോഗ്രാം. ഞങ്ങൾ ബേസാക്കി ആയിട്ട് ചെയ്യുന്ന വളരെ പ്ലസന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നത്. 41 ദിവസം കഴിഞ്ഞിട്ട് 41 ദിവസം പോലും കഴിഞ്ഞിട്ടില്ല കുട്ടി. അതൊരു ഭീകരമായ അനുഭവമായിരുന്നു. കാരണം എന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ നിന്ന് കോമഡി സംസാരിക്കുകയും അല്ലെങ്കിൽ സ്കിറ്റ് ചെയ്യുന്നു ഇതൊക്കെ പറഞ്ഞു, ബാക്ക് സൈഡില് റൂമിൽ അമ്മ ഇരിപ്പുണ്ട്. ആരെങ്കിലും വന്ന് അനിയന്റെ കാര്യം ചോദിച്ചാൽ അമ്മ കരയൂ. ഇതാണ് സ്റ്റേജിൽ നമ്മുടെ ടെൻഷൻ. അപ്പോൾ ഒരാളിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് ആരെങ്കിലും വന്നാൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങളൊന്ന് മാറ്റി നിർത്തിക്കോണേ. പിന്നെ ഞങ്ങള് സ്റ്റേജിൽ ഇത് പെർഫോം ചെയ്യണം, ഇത് ഹ്യൂമർ തന്നെ പെർഫോം ചെയ്യണം. മനസ്സിന്റെ ഒരു ഭാഗത്ത് ഈ ദുഃഖമല്ലാതെ മറ്റൊന്നുമില്ല. ഞങ്ങളെക്കാൾ ഏറ്റവും ഇളയതാണ് അവൻ. ഒറ്റ ആങ്കൊച്ചായിരുന്നോ? 2 പേരുണ്ട്. നേരെ ഇളയ ഒരാങ്ങളുണ്ട്, ഏറ്റവും ഇളയ. അത് എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്ത പ്രോഗ്രാം ആയാലും അല്ലെങ്കിൽ ഒരു സിനിമയെന്നോ ഒരു സിറ്റുവേഷൻ ലൈഫിൽ എന്ന് പറയുന്നത് എന്റെ അനിയന്റെ ഡെത്താണ്. അതുപോലെ തന്നെ കൽപ്പന ചേച്ചി എത്രയോ വർഷം ഇനിയും ജീവിക്കേണ്ട ചേച്ചിയാണല്ലേ? ചേച്ചിയുടെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് സൗന്ദര്യപ്പെടൊക്കെ ഉണ്ടാവാറുള്ള ആളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവക്ക് ഭരിക്കാനായിട്ട് ലോകത്ത് ദൈവം കൊടുത്ത ആദ്യത്തെ ആളാണ് ഞാൻ. കാരണം മറ്റേത് കലച്ചേച്ചി മൂത്താണ്. കലച്ചേച്ചി അല്ലേ ചേച്ചിയെ ഭരിക്കാൻ പറ്റും. ഇത് കൊച്ചിലെ മുതൽ വക്കീലും കുമസനവും എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിണക്കമൊക്കെ വരും. അവള് പറഞ്ഞത് കേൾക്കാതെ ഞാൻ പേഴ്സണലായിട്ട് എന്റെ ജീവിതം ഡിസൈഡ് ചെയ്തതോടുകൂടി ഒരു അകൽച്ചയായി. അപ്പോ ആ 26-ാം തീയതി കൽപ്പന ചേച്ചി മരിക്കുന്നു. 23 മറ്റോ ഞാൻ ട്രിവാൻഡ്രത്തൊരു പ്രോഗ്രാമിനെത്തി. അപ്പൊ ശിവൻചേട്ടൻ പറയുകയാണ് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എറണാകുളത്ത് പോകുന്നു, മോനെ അവിടെ ഒരാഴ്ച നിർത്തണം, ഈ ചേച്ചി അനിയത്തി പിണക്കമൊക്കെ അങ്ങ് മാറ്റണം എന്ന് പറയുന്നു. ഞാൻ അതിനൊക്കെ പ്രിപ്പയർ ചെയ്ത് അമ്മയെ വിളിച്ച് പറയുന്നു ഞാൻ ഉച്ചയ്ക്ക് അങ്ങ് എത്തിക്കൊള്ളാം അമ്മ, 26-ാം തീയതി ഞാൻ അവിടെ എത്തും മോനെ. മരിക്കുന്നപ്പോ ചെറിയ പിണക്കം ഉണ്ടായിരുന്നു. ചുമ്മാ സൗന്ദര്യം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ട്. കാരണം അവക്ക് ഞാൻ എന്റെ ജീവിതം പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവള് പറയുന്ന ഡ്രസ്സാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. എല്ലാ കാര്യങ്ങളും അവളാണ് എന്റെ എല്ലാ സിനിമകൾ കണ്ടിട്ട് അഭിപ്രായം പറയുന്നത്. അപ്പൊ ഇത് മാത്രം അവൾ പറഞ്ഞ അഭിപ്രായം കേൾക്കാതെ ഞാൻ ചെയ്തു എന്നുള്ളതോടുകൂടി മാനസികമായിട്ടൊരു പ്രശ്നമായി. പിന്നെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ അന്നേ പറഞ്ഞല്ലേ എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ തമ്മിൽ തർക്കമാവും. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് ശിവൻചേട്ടൻ പറഞ്ഞു എന്തിനാ അത്, എന്റെ ഒന്നും ആവശ്യമില്ല, ഓരോന്നും വിധി പോലെ നടക്കുന്നു. ഒരാവശ്യം പോകുമ്പോ അവിടെ കൊണ്ടുവന്ന് കുഞ്ഞിനെ വലിയ ഇഷ്ടമാവും. ജനിച്ച മൂലം എന്നെ എടുത്തുകൊണ്ട് നടപ്പാണ് അവർക്ക് ജോലി. മോനെ. അപ്പോ അങ്ങനെ കൊണ്ടുവന്ന് നിർത്താന്ന് ഞാൻ വിളിച്ച അമ്മയോട് പറഞ്ഞു. അമ്മ ഞാൻ പിന്നെ മിനിറ്റ് പറയണം ഞാൻ വരുന്നവിടെ. അവിടെ ഹൈദരാബാദ് പോകാൻ വേണ്ടി നിൽക്കുക മക്കളെ, ഒരു ദിവസമേ ഉള്ളൂ, അത് കഴിയുമ്പോ വരും. പക്ഷെ 26 ഞാൻ ചെല്ലുന്ന ഡെഡ് ബോഡിയാ കാണുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്യാനുള്ളത് ക്ലിയർ ചെയ്യാതെ പോയല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം നമ്മൾ പറയുന്ന പോലെ അല്ലല്ലോ നടക്കുന്നത്. വീണ്ടും ഇച്ചിരി കുസൃതിയിലോട്ട് വരാം. ചേച്ചിയുടെ മുഖം വിഷമം ഞങ്ങൾക്ക് വേണ്ട. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നിയ നിമിഷം? ഒറ്റപ്പെട്ടു പോയ നിമിഷം എയർപോർട്ടിലെ ബാത്റൂമിനകത്ത് സ്റ്റക്കായിപ്പോയി. സത്യം ചേച്ചി, സത്യം. ബാത്റൂമിന്റെ കൊളുത്തതിനകത്ത് വീണിട്ട് അത് കണാക്കിക്കൊണ്ടിരിക്കുന്നത് ഒറ്റപ്പെട്ടു പോയൊരു നിമിഷം. ഭഗവാൻ, ഈ ബാത്റൂമിലായി പോയി ആരെങ്കിലും ഒന്ന് വന്നെങ്കിൽ. അതിനകത്താണെങ്കിൽ മാനും മാഞ്ചാതി ഇല്ല. ലാസ്റ്റ് ഫ്ലൈറ്റാ ഞാൻ പോയത്, സത്യം പറയുന്നത്. അവസാനം എങ്ങനെയൊക്കെയോ ആരോ വന്ന് തട്ടി മൊബൈലും ബാഗും ഞാൻ അവിടെ പുറത്ത് വെച്ചിട്ടാ അകത്തോട്ട് വന്നേ. എന്റെ അടുത്ത് ഒരാണ്ട് എങ്ങനെയോ രക്ഷപ്പെട്ട് വന്നു എന്ന് വേണം പറയാൻ. ഉർവശി എന്ന പേരിന് മുന്നിൽ ഞാൻ ഒരു ടാഗ് ലൈൻ ഇടാൻ പോകുന്നുവെങ്കിൽ ഞാൻ ഈ പറയുന്നതിൽ നിന്നും ഏത് ചൂസ് ചെയ്യും? കേട്ടോ. ഉയ്യോ ചേച്ചിയുടെ തല്ലല്ലേ, സെക്സി, ബ്യൂട്ടിഫുൾ, സ്മാർട്ട്, ഇന്നസെന്റ്. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്കൊന്ന് സെക്സിയാണ് ചേച്ചിക്ക് ചേരുന്നത്. ഈ മഹാഭാവി എന്തൊക്കെയാണ് നിനക്ക് തോന്നുന്നത്? ഒരു കിരീടം തല വെച്ച് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്ന വിശേഷണം എന്തെന്ന് പറയട്ടെ. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളുടെ ലോകത്തേക്ക് പോവുക. അവിടെ ടാക്സ് അടയ്ക്കുന്ന പ്രശ്നമില്ല, ആ ഷൂട്ടിങ്ങിന് രാവിലെ എണീച്ച് പോകണമെന്നുള്ള പ്രശ്നമില്ല, ഒരു ശല്യവും ഇല്ല. എന്തെങ്കിലും വഴക്കുണ്ടാക്കുകയോ അടിക്കുകയോ ചെയ്താലും പിന്നെയും നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരും. ആ ഒരു ലോകത്തുള്ള സംഗതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്നസെന്റ് എന്ന് പറയുന്ന ഒരുവിധം ഓക്കെ ആവും. ഞങ്ങൾ ഉദ്ദേശിച്ചു. അയ്യോ ക്വസ്റ്റ്യൻ തീരില്ല. ആ കിട്ടി. ഇല്ല, ക്വസ്റ്റ്യൻ തീർന്നു ചേച്ചി. ഇത് ആദ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു
പരീക്ഷയ്ക്ക് എല്ലാവരും പഠിക്കുന്ന നല്ല ചോദ്യങ്ങളായിരുന്നു. താങ്ക് യു ചേച്ചി. വളരെ കൗതുകമുള്ള ചോദ്യങ്ങളായിരുന്നു. നീ എന്റെ അടുത്ത് നിന്ന് പലതും പ്രതീക്ഷിച്ചാണ് ആ ചോദ്യങ്ങൾ ചോദിച്ചത്. എഴുതിയ ആളുകൾ ആരായാലും ഒറ്റപ്പെട്ടു പോയ സംഭവം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഗദ്ഗതപ്പെടുത്താൻ ഒരു ശ്രമം നടത്തി. നമ്മളത് എഴുത്തെടുത്തില്ല.